ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ എങ്ങനെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാം. നമ്മുടെ ഗെയിം പ്ലേ അല്ല, അല്ലാണ്ട് നമ്മുടെ വീഡിയോ എങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ ലൈവ് സ്ട്രീം ചെയ്തത് സ്ട്രീം ലാബ്സ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ട്രീം ലാബ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് യൂട്യൂബ് വഴി തന്നെ നമുക്ക് നമ്മുടെ വെബ് ക്യാം വെച്ചിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം, ഇത് വെബ് ക്യാം വെച്ച് ചെയ്യുന്നതാണ്. വെബ് ക്യാം വെച്ചാണ് വെബ് ക്യാം അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ വെബ് ക്യാമോ ഇപ്പോൾ നമ്മുടെ PC-യിലെ വെബ് ക്യാമോ വെച്ചാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഗെയിം പ്ലേ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രീം ലാബ്സ് പോലത്തെ സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ വെബ് ക്യാം വെച്ച് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. സ്ട്രീം ലാബ്സിൻ്റെ അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിന് ഇപ്പോൾ വെബ് ക്യാം വെച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തേന്ന് വെച്ചാൽ സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് സ്ട്രീം കീ ഉണ്ടാവും. ആ സ്ട്രീം കീ കോപ്പി ചെയ്ത് നമുക്ക് സ്ട്രീം ലാബ്സ് ഉള്ള സോഫ്റ്റ്വെയറിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗെയിം പ്ലേ സ്ട്രീം ചെയ്യാം. വെബ് ക്യാം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഡയറക്റ്റ് വെബ് ക്യാമിൽ നിന്നെടുത്ത് ലൈവ് സ്ട്രീം ചെയ്യാം. മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മുടെ സ്ട്രീംസൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സ്ട്രീം നൗ ക്ലാസിക് സ്റ്റുഡിയോ വെച്ച് സ്ട്രീം ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ സ്റ്റുഡിയോ വെച്ചാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ വെബ് ക്യാമിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക. വെബ് ക്യാം വെച്ചല്ലേ ചെയ്യണം, അപ്പോൾ വെബ് ക്യാമിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുക. പബ്ലിക് വേണോ, അൺലിസ്റ്റഡ് വേണോ, പ്രൈവറ്റ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ പ്രൈവറ്റ് ആണ് കൊടുക്കണം, നിങ്ങൾ പബ്ലിക് കൊടുക്കണം. ഷെഡ്യൂൾ ഫോർ ലേറ്റർ എന്ന് വെച്ചാൽ പിന്നത്തേക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. കിഡ്സിന് പറ്റുകയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കണില്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് എന്ന് കൊടുക്കാം, ഞാനിപ്പോൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കുക. കാറ്റഗറി കൊടുക്കുക. കാറ്റഗറിയിൽ ഞാനിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കുകയാണ്. പീപ്പിൾസ് ആൻഡ് വർക്ക്സോ, ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി കൊടുക്കുക. മൈക്ക് വേണമെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റിൻ്റെ മൈക്ക് കൊടുക്കുക. ക്യാമറ നമുക്കിപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഒരു ക്യാമറയേ ഉള്ളൂ, അപ്പോൾ ആ ക്യാമറ കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ തംബ്നെയിൽ എടുക്കണതാണ് ഈ കാണുന്നത്. നമ്മുടെ സ്ക്രീൻഷോട്ട് പോലെ നമ്മൾ തംബ്നെയിൽ എടുക്കും, നമ്മുടെ ഷോട്ട് എടുക്കും ക്യാമറ വെച്ച്. അപ്പോൾ ഇത് നമുക്ക് റീടേക്ക് ചെയ്യണമെങ്കിൽ റീടേക്കിൽ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ഫോട്ടോ എടുക്കണമെങ്കിൽ. പിന്നെ നമുക്ക് കസ്റ്റം തംബ്നെയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് തംബ്നെയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് കസ്റ്റം തംബ്നെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗോ ലൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗോയിങ് ലൈവ് എന്നുള്ളത് വരും. അപ്പോൾ നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ഇപ്പോൾ സ്റ്റാർട്ടാവും. ഗോയിങ് ലൈവ് എന്നുള്ളത് അത് ആ ബട്ടൺ കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ടാവും. അപ്പോൾ ലൈവ് സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമുക്ക് മുകളിൽ കാണാൻ പറ്റും നമ്മുടെ ടൈം, നമ്മുടെ ലൈവ് എത്ര സെക്കൻഡായി റൺ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ആൾക്കാർ എത്ര പേര് നമ്മുടെ കാണുന്നുണ്ടെന്നുള്ളതാണ് അത്. പിന്നെ എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത്. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ താഴത്തെ മൈക്ക് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഓഫ് ആവും, ഓൺ ആക്കി കഴിഞ്ഞാൽ സൗണ്ട് ഓൺ ആവും. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്ത് സോഷ്യൽ മീഡിയ കൊണ്ടുവിടാം. പിന്നെ നമുക്ക് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരാളെന്നുള്ളത് കാണിച്ചാണോ. ഇനി നമുക്കുള്ളത് ഈ ചാറ്റ്, ഇതാണ് ചാറ്റ് ബോക്സ് ആണ്. ചാറ്റ് ബോക്സിൽ നമുക്ക് നമ്മൾ അയക്കുന്ന ചാറ്റ് വന്നവർക്കും കാണാൻ പറ്റും, അവർ അയക്കുന്ന മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വർത്താനം പറയാം, അവർക്ക് സംസാരിച്ചുകൊണ്ട് റിപ്ലൈ കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന സാധനം എൻ്റെ ലൈവ് വന്നിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് എൻഡ് സ്ട്രീമിൽ ക്ലിക്ക് ചെയ്യുക, എൻഡ് അടിക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈവ് സ്ട്രീം, വെബ് ക്യാം വെച്ചിട്ടുള്ള ലൈവ് സ്ട്രീം ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്